സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. എടാ, ഈ തവണ ഇങ്ങനെ തിരിച്ചു വരുന്നതിന് മുന്നേ കല്യാണം നടന്നില്ലെങ്കിലും അത് ഉറപ്പിച്ചിട്ട് വന്നാ മതി, കേട്ടല്ല? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോടാ നടക്കണ്ടേ? എടാ ആരോമലേ, നീ വീട്ടുകാര് പറഞ്ഞ പെണ്ണിനെ നോക്കാണ്ട് സ്വന്തമായിട്ടൊരു പെണ്ണിനെ പ്രേമിച്ചിരുന്നെങ്കിൽ എന്നേ നടന്ന എന്റെ കല്യാണം. ആയ കാലത്തൊന്നും പ്രേമിച്ചാൽ മതിയായിരുന്നു. നീ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ആരോമൽ, വയസ്സ് 30, കല്യാണം കഴിഞ്ഞിട്ടില്ല. ശരിടാ, ഇത് പ്രകാശൻ. ഇവൻ പ്രകാശം പരത്താറില്ല. ആരോമലേ, ചേട്ടന്റെ മുത്തേ. അതെ, ആരോമലാണ്. നീ എന്നെന്താ വിളിച്ചേ? മുത്തേത്. നിന്നെ ഇന്ന് ഞാൻ നിനക്കറിഞ്ഞൂടാ, ഞാൻ ലീവ് കഴിഞ്ഞെത്തുന്നു. എന്നിട്ട് നീ ഇന്ന് പണിക്ക് പോയി. ഇന്നെങ്കിലും ഒന്ന് ലീവ് എടുത്തുവിടറാ. എനിക്ക് ലീവ് എടുക്കേണ്ട കാര്യമൊന്നുമില്ലേ? ഞാൻ ധാരാളം ബീവറേജുള്ള നാട്ടിലെ പണിക്ക് പോണേ. ഓഹോ, അപ്പൊ നീ പണിക്ക് പോകുന്നത് വീട് നോക്കാനാ ബീവറേജ് നോക്കാനാ? സമത്വം വേണമെന്നാണല്ലോ മുത്തേ പറഞ്ഞേക്കണത്. ഇവൻ പ്രശാന്ത്, എന്റെ ബാല്യകാല സുഹൃത്ത്. ആരോ ഇവനൊരു മാറ്റില്ലല്ലോടാ. മാറൂല. ആ അടിക്ക. പക്ഷെ ടച്ചിങ്സ് ഇല്ല. ടച്ചിങ്സ് എവിടെ? ടച്ചിങ്സ് എവിടെ? ആ എവിടെടാ സുനി? എവിടെടാ? എവിടെ സുനി? എവിടെയാ? ആ ഇയാളിത് എവിടെ പോയി കിടക്കുക? ഇത് സുനി, എന്തിനും ഏതിനും സുനിച്ചേട്ടൻ. ഇതാണ് ദുബായിലെ ബുർജ് ഖലീഫ. ഖലീഫയുടെ ഫോട്ടോ ഉണ്ടോ? ഹിന്ദുവാണ്. താനിത് എവിടെ പോയി കിടക്കായിരുന്നു? ടച്ചിങ്സ് മേടിക്കാൻ പോയത് ഉണ്ടാക്കാൻ പോയതാ? ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോണല്ലോ. മേടിച്ചിട്ടില്ലേ? ആ വാങ്ങി. ഇതെന്താ പച്ചക്കറി കട? അല്ല, സാലഡ്. ഇനിയിപ്പോ ഇത് ഉണ്ടാക്കിയിട്ട് വേണം. മനസ്സിലാക്കി കളഞ്ഞു. അടിപൊളി. ഇവനൊക്കെ ഏതും വാങ്ങിക്കണം ടച്ചിങ്സ് വാങ്ങാൻ വിട്ടത്. അപ്പൊ നിങ്ങക്ക് ആർക്കും ഒരു മാറ്റമില്ല. നീ ഒഴിച്ചേ ഒഴുക്കി ഒഴുക്കി. അല്ല, ഞാൻ ഈ മാവിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. മാവിലെങ്കിൽ മാവില. രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ. രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ. നാളെ എനിക്കൊരു പെണ്ണ് കാണലുണ്ട്. എന്താണ് പറഞ്ഞ? നാളെ എനിക്കൊരു പെണ്ണ് കാണലുണ്ട്. നിന്റെ മനസ്സിലുള്ള അപ്സരസ എങ്ങനെയാ? പറയടാ. നിങ്ങൾ ഈ തക്കാളി കണ്ട? ഈ തക്കാളി പോലെ ഇരിക്കണം അവളുടെ കവിള്. മതി മതി മതി.
അപ്പൊ നാളെ നമ്മളെങ്ങനെയാ പെണ്ണ് കാണാൻ പോണേ? കാറില് അല്ലാണ്ട് എങ്ങനെയാ? അയ്യോ ഞാൻ കാറൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടാ. കാറിന്റെ കാര്യം സുനി ചേടനായിട്ട്. അപ്പൊ നമ്മള് നാളെ പോകുന്നു, പെണ്ണ് കാണുന്നു, കല്യാണം ഉറപ്പിക്കുന്നു. രാവിലെ വന്നതാ, പത്രം വായിച്ച് ചരമക്കോളം വരെത്തി. ഇതുവരെ ഒരു ചായ കിട്ടിയിട്ടില്ല. അമ്മാവന്മാരെ ഒന്ന് ബഹുമാനിക്കുക. എൻ്റെ പൊന്നു സത്യം, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ പത്മേന്ന് വിളിക്കാക്കൊന്ന്. നീ വല്ല പപ്പേട്ടാന്ന് രാജേട്ടാന്ന് വിളിച്ച പത്മ. ഇതാണോ ഇവിടുത്തെ വിഷയം? ഇതുവരെ ചായ വന്നിട്ടില്ല. പണ്ടത്തെ സ്വഭാവം നിർത്താറായില്ല നിനക്ക്. നമ്മുടെ അളിയനില്ലേ, ലോക പിശുക്കനാ. അതെനിക്കറിയാം. ഈ സെറ്റപ്പിൽ തന്നില്ലേ ഒരു ദുരൂഹത. അപ്പൊ നീ അതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? ഇവിടത്തെ പെങ്കൊച്ചിന് ജാതകദോഷം എന്ന പ്രശ്നം വെച്ചപ്പോ കണിയാര് അതെ, ആ കൊച്ചിനെന്തോ ഉൾക്കശാപം ഉണ്ടെന്നാണ് പ്രശ്നം വെച്ച് നോക്കിയപ്പോ പറഞ്ഞത്. പിന്നെ ഓരോരോ അന്ധവിശ്വാസങ്ങൾ, അവർക്കല്ലെങ്കിൽ ഇമാതിരി അന്ധവിശ്വാസങ്ങളോടാണല്ലോ ഇഷ്ടം. കഷ്ടം. വാഴല വെട്ടാൻ പോയതാവല്ലേ? അളിയന്മാരൊക്കെ നേരത്തെ വന്നൂല്ലേ? പിന്നെ നേരത്തെ വരണ്ട നമ്മള്. ഞാൻ നിന്നെ ചെയ്യേണ്ടതുണ്ട്. അയ്യോ ഒന്നും ചെയ്യണ്ട, അളിയെ ഉടയാണ്ട് അവിടെ ഇരുന്നാ മതി. ചായ വരുന്നുണ്ട്. വാ, മുട്ടി നിൽക്കണ ആദ്യം കുടിക്കണ ചായ. അയ്യോ എന്റെ മോളെ, എന്തിനീ തിരക്കിന്റെ ഇടയിൽ ചായ കുടിക്കാൻ പോയി? വേണ്ട, എനിക്കൊരു ചായ താടി. നിങ്ങൾക്കല്ലേ ഇപ്പൊ തന്നെ ചായ തന്നത്? നോക്കിയേ, നിങ്ങളൊന്ന് വേഗം കുളിച്ചൊരുങ്ങ. അവരിതേ തറയി. സാരില്ലളിയ. അല്ല വിമലേ, എന്തേട്ടാ? എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടാ. ആ, അല്ല നിങ്ങളൊന്നും ചോദിച്ചില്ല എന്ന് വേണ്ടല്ല. ആയിക്കോട്ടെ. ആ രാമു, എന്താണ് നിന്റെ വണ്ടി മൂട് തള്ളി വരണേ? ഈ ഇരിക്കുന്ന കോലങ്ങൾ എടുത്തിട്ടേ ചുമരുമ്പോ കയറ്റിയില്ലെങ്കിലേ എന്റെ പെങ്ങടെ കല്യാണം നടക്കില്ല കേട്ടോ. ഒന്നുമില്ല അമ്മാവാ, മുറ്റത്തെ കോലം വരയ്ക്കാനെ കുറിച്ച് പറയായിരുന്നു. നല്ലതാണേ. എല്ലാം കൂടി കോലത്തിലാവാണ്ട് നോക്കിക്കോ. അതെ അമ്മാവോ. എന്താടാ? അമ്മാവന് അവിയൽ ഇഷ്ടല്ലേ? അമ്മാവനാവില് ജീവനാ. അങ്ങോട്ട് വന്നേ, ഈ അവിയൽ അടുക്കളയിൽ കൊണ്ടുവച്ചേ. ഓ, നീ എവിടെയായിരുന്നു രാമു? ഒന്നും പറയണ്ട, ചിരി തിരക്കിൽ പെട്ടു. വിമലേച്ചി പറഞ്ഞിരുന്നു ഇത് കിട്ടാത്ത കാരണം കുട്ടി ഇതുവരെ റെഡി ആയിട്ടില്ല. വിമലേ, വിമലേ, ടെൻഷൻ 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 ടെൻഷൻ. ദൈവമേ, എന്ത് ചെയ്യാ? വിമലേ. ആ, ദേ വരുന്നു. ഇനിയിപ്പൊ എന്തുട്ടിനാണ് അവ വിളിക്കണത്? അവിടെ കിടന്ന് വിളിച്ചാ മതിയല്ലോ. ഇവിടെ ഞാൻ ഉണ്ടല്ലോ ഓടാനായിട്ട് എല്ലാത്തിനും. അതെ, ഒന്നുമില്ല. കഴിച്ചോ. പെങ്ങളെ ഇതെവിടെയാ വെക്കുന്നത്? അത് അടുക്കളയെ വെച്ചോ, താഴ്ത്ത് വെക്കരുത് ട്ടാ. നിനക്ക് അമ്മാവന്മാര് പോയിന്ന് സഹായിച്ചൂടെ? അവിടെ ഇരുന്നോ നീ തിന്ന് മൊബൈലും കളിച്ചു. അതെ, സത്യേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, സത്യേട്ടൻ പറയും. സത്യോ, എത്ര നേരായി വിളിക്കുന്നു? എന്റെ പൊന്ന ശ്രീനിയേട്ടാ, ഈ വിമലാന്ന് ഏത് നേരം വിളിച്ചോണ്ടിരുന്നാ മതിട്ടാ. നിങ്ങൾ നോക്കിയാ നിങ്ങളെ പോലെ 2 കൈയും കാലും മാത്രമേ എനിക്കുള്ളൂ. ആ കയ്യും കാലും നീ എന്റെ കയ്യിൽ തന്നെ വെച്ചു. ഇതാ രാമു തന്ന, ഇത് അവൾക്ക് കൊടുത്തിട്ട് അവളോടൊന്ന് ഒരുങ്ങാൻ പറയുന്നീയേ. എന്റെ മൂഡ് നോക്കി നിൽക്കാണ്ട് ആ സാധനങ്ങളൊന്ന് കേട്ടാ. ഞാൻ അവളോട് ഒരുങ്ങാൻ പറയാം. അപ്പോഴേക്കെങ്കിലും നിങ്ങളൊന്ന് റെഡിയാവോ? റെഡിയാവാ. അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ വേണം. ഈ മനുഷ്യനോടൊക്കെ പറയാമെന്ന് എന്നെ പറഞ്ഞാ മതി. അതെ, അത് അടുക്കളയിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. അളിയ ഇനി വല്ലതുണ്ടാ? ഇവനിത് ചെക്ക തിന്നവിടെ ഇരുന്നോ മൊബൈലും കളിച്ചിട്ട്? ഒന്ന് പോയി സഹായിക്കടാ. വേറെ നീ തിന്നണ്ട മോളെ കല്യാണി. ആരോമലേ, കൺമണി കാത്തിരിക്കേണ്ടി വരില്ലടാ. എടാ നീ എന്താ ഇത്ര നേരത്തെ? നേരത്തെയാ? ഇങ്ങനെ ദുബായല്ല, കേരളവാ. ഇവിടെ ഒരു 3.5 മണിക്കൂർ നേരത്തെയാ. അതൊക്കെ ഈ സമയത്തിന്റെ കാര്യത്തിലല്ലടാ. അല്ല, നമ്മുടെ സുനിച്ചേട്ടൻ അവിടെ കാറിലായിരിക്കും അല്ലേ? സുനിയാ? സുനിയില്ല, സുനിയുടെ വണ്ടിയുമില്ല. അപ്പൊ അവരിതുവരെ എത്തിയില്ലേ? എന്റെ ഈശ്വര, എന്നെ വിളിച്ചായിരുന്നോ? ബ്രോക്കറാ കക്കൂസേന്ന് ഇപ്പഴാ ഒന്ന് പുറത്തിറങ്ങിയത്. കൂട്ടുകാരനല്ലേ? അതെ. കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല. എങ്ങനെ മനസ്സിലായി? കുറിപ്പേണ്ട കല്ല് ഒരുപാടുണ്ടാ. ഒരുപാട് പെമ്പിളാരേ ഫോട്ടോ അഡ്രസ്സും ഒക്കെ കയ്യിലുണ്ട്.
പ്രകാശം ഇങ്ങോട്ട് വന്ന്. എന്താടാ ഇത് എന്താണ് നിന്റെ അച്ചാച്ചന്റെ കല്യാണ വണ്ടിയാ? ആടാ ഞാൻ വിചാരിച്ചതിന്റെ കല്യാണം ഈ മണ്ട വരെ വിശ്വസിച്ചു. ഇനി നാട്ടുകാർ തെണ്ടിലൂടി വിശ്വസിക്കണം. 30 വയസ്സ് കഴിഞ്ഞാ നിന്നെ പോലെ സുന്ദരനാണെങ്കിലും പെണ്ണ് കിട്ടില്ലെന്ന് പറഞ്ഞു നടക്കണ ഈ നാട്ടുകാർ തെണ്ടികളില്ലേ, അവരോടുള്ള പ്രതിഷേധാണ് ഈ കല്യാണ വണ്ടി. ആള് മണ്ടനാളിൽ പറയുന്നത് കറക്റ്റാട്ടാ. ഇവനേതാ? നീ കേട്ടിട്ടില്ലേ? 3 പേര് പോയി മുങ്ങും, 4 പേര് പോയി 5 പേര് പോയി മൂഞ്ചും. അപ്പൊ ഞാൻ ഇതിലും പെടാതെ 6 പേരാക്കി. 6 പേരും അതിലൊരു ബോറ് കാറും. അത് ഇത്തിരി ഓവറല്ലേ ആരോമലേട്ടാ? ആരോമലേട്ടനോ? പോടോടുന്നു. വാ നമുക്ക് പോവാം. പോവാം. അച്ഛാ ഞങ്ങൾ ഇറങ്ങാ, പ്രാർത്ഥിച്ചേക്കണേ. അച്ഛാ വന്നേ മതി. വലിക്കില്ലേ വലിക്കില്ലേ. അടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? കേറി കേറി കേറി. ആരോമല കിട്ടോ? ഞാനിപ്പോ അങ്ങോട്ട് വരാം. വയറിന് ചെറിയ സീനാണ്. കാറില് എത്തണം അവിടെ. പോയിക്കോ പോയിക്കോ. ഇപ്രാവശ്യം കല്യാണം നടക്കും. വലതുകാലം വെച്ചിറങ്ങടാ. അതെ, അവര് എല്ലാം കഴിഞ്ഞിട്ട് വരുന്നുണ്ടെന്ന് തോന്നിട്ടില്ല. ഇവളെ എനിക്ക് കിട്ടാനുള്ളത് കിട്ടും. ഇനി വേണ്ടടാ, ബാക്കി നീ അളീന് കൊടുത്തേക്ക്. തല്ലല്ലേ, പേര് കാണാൻ ഒരേ ജാതി ഗവൺമെന്റ് ജോലി, ആർക്ക ശമ്പളം. ഒരേ ജാതി ഗവൺമെന്റ് ജോലി, ആറക്ക ശമ്പളം. നല്ല പയ്യൻ, നല്ല ജാതി, കൊള്ളാലോ. ഒരേ ജാതി ഗവൺമെന്റ് ജോലി. അതെ, ഫോട്ടോ അയച്ചു തരാത്തതിൽ പറ്റിയൊരു മിസ്റ്റേക്കാ, ഒന്നും വിചാരിക്കരുത്. ഏയ് സാരില്ല, അതിപ്പോ ഞങ്ങളുടെ ഭാഗത്തും ഉണ്ടല്ലോ. മോളെ രേവതി, അതെങ്ങെടുത്തു മോളെ. അച്ഛാ
അല്ല മോനെ ഇഷ്ടായ ലേശം കയ്പുണ്ട്. ആ അതുണ്ടാവും. നല്ല അന്തസ് ചോന്നരത്തെ കഷായ ഇടിക്കും ചതവിനും ബെസ്റ്റാ. ഞങ്ങള് കുടിക്കലുണ്ട്. സ്പെഷ്യലാ. അല്ലട മക്കളെ, മോളെ ഇഷ്ടായോ എന്ന്. ഇതിനല്ല ഇതിനെ. വെണ്ണിലവോ നീ ഇന്നിൽ ചിരിനിലവോ തോന്നേ, മിന്നലിതോ മിഴിയിൽ ഇരുളാകെ മാഞ്ഞെങ്ങോ നീങ്ങുന്നേ, തൂവൽ നിൻ വിരലിൽ തഴുകി മെല്ലെ ഏതേതോ മോഹവുമായി, തൂവൽ നിൻ വിരലിൽ തഴുകി മെല്ലെ ഏതേതോ മോഹവുമായി, നിലവേ നീ മൂളും മീണം കാതോരം തേടി ഞാനും അകലെ വഴിയിൽ, നീ തൂമഴയായി പെയ്തലയേ എന്നുയിൽ മതിയാവോളം നീ നിറയുന്നേ, ഒഴുകുന്നേ തോരാതെ. എന്താ? നമ്മൾ ഇതിനു മുമ്പ് എവിടെ കണ്ടിട്ടില്ലേ? നമ്മളോ? എവിടെ വെച്ച്? എവിടെയോ കണ്ടിട്ടുണ്ട്. ഏ? അല്ല, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യാറുണ്ടോ? ഇല്ല. ഇല്ലേ? പിന്നെ എവിടെയാ? വേദനിച്ചോ? വേദനയാ എനിക്കാ? ഇതൊക്കെ ദുബായിൽ സർവ്വസാധാരണ അല്ലേ? ദുബായിൽ ഇടിവാങ്ങല ജോലി. തമാശക്കാരി. ഡാടാ തിരിഞ്ഞേ, അവള് സെറ്റ് ആവടാ. ഇവിടെ ആരോമലിന് കണ്ട പെണ്ണിനെ കിട്ടിയെങ്കിലും കിട്ടിയ പെണ്ണ് സൂപ്പറാട്ടാ. നമ്മുടെ ആരോമലിന്റെ ഓക്കെ. ഇത് നമ്മുടെ ബ്രോക്കർ അല്ലേ? ഒന്ന് ചവിട്ടിയ ചേട്ടാ. താൻ അവർക്ക് ഫോട്ടോ കൊടുത്തില്ല അല്ലേ? അയ്യോ മറന്നു പോയാ. പറഞ്ഞു തരാം. എന്തായി പോയിട്ട്? ഇത് എവിടെയായിരുന്നു? വാ 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 വാ. ഇച്ചിരി ആ, ഒതുങ്ങി ഇരുന്നെടാ. ഒന്ന് നീങ്ങിയിരുന്നേ. അടച്ചോ അടച്ചോ അടച്ചോ. നന്നിട്ടടച്ചോ. തെറിച്ചോ കൊള്ളക്കളവാണ്. അയ്യോ അമ്മേ ഇരിക്കലടാ. വേണ്ട വേണ്ട.